ലിക്കോവർ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഫുഡ് ഐറ്റമാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഫ്രൂട്ട് സലാഡിൽ ഉപയോഗിക്കുന്ന കസ്റ്റാർഡ് പൗഡറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കസ്റ്റാർഡ് പൗഡറിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. 2, നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. 3, നമുക്ക് ആവശ്യമുള്ളത് മിൽക്ക് പൗഡർ. 4, നമുക്ക് ആവശ്യമുള്ളത് ഫുഡ് കളർ. 5, നമുക്ക് വേണ്ടത് വാനില എസൻസ്. ഇതിൻ്റെ മെഷർമെൻറ്റിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് ആവശ്യമുള്ളത് 4 സ്പൂൺ ഷുഗർ പൗഡർ. ആ ഷുഗർ പൗഡറിൻ്റെ പകുതിയാണ് നമുക്ക് കോൺഫ്ലവറും മിൽക്ക് പൗഡറും വേണ്ടത്. 1 നുള്ള് ഫുഡ് കളർ, 1 സ്പൂൺ വാനില എസൻസ്. ഇനി ഞാൻ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഷുഗറും വാനില എസൻസും നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് അടിച്ചിട്ട് വരാം. ഷുഗർ പൗഡർ വാനില എസൻസും നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം. അടുത്തത് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് കോൺഫ്ലോർ ആണ്. അടുത്തത് മിൽക്ക് പൗഡർ. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഫുഡ് കളറാണ്. വളരെ ഒരു ചെറിയ നുള്ള് മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുക. മാർക്കറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കസ്റ്റാർഡ് പൗഡർ റെഡി. ഇനിയും നമുക്ക് കസ്റ്റാർഡ് പൗഡർ വെച്ച് ഫ്രൂട്ട് സലാഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനിയും നമുക്ക് ഫ്രൂട്ട് സലാഡ് നമുക്ക് ഉണ്ടാക്കുവാൻ തുടങ്ങാം. ആദ്യം സ്റ്റൗ കത്തിച്ച് പാലൊഴിച്ചു കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് പാലൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു ചെറിയ തിള വന്നാൽ മതി. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് പാലിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മളുണ്ടാക്കിയ ഫ്രൂട്ട് സലാഡ് ഞാൻ 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയായി. വളരെ എളുപ്പമല്ലേ? എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് പൗഡറും ഫ്രൂട്ട് സലാഡും റെഡി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മുന്നോട്ടുള്ള വീഡിയോ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.